ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മൂവിയുടെ റെക്കമെൻഡേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. വൈൽഡ് റോബോട്ട് എന്ന മൂവി. ഈ മൂവി ഇപ്പോൾ US ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ചയായി US ഇറങ്ങിയിട്ട്. ഞാനിങ്ങനെ IMDbയിൽ ഇങ്ങനെ പൊതുവേ ഈ ഫൈൻഡിങ് നെമോ തൊട്ട് ഞാൻ ആനിമേഷൻ മൂവീസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മൂവി ഇറങ്ങാൻ പോകുന്നതിന് ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യുമായിരുന്നു IMDbയിൽ എൻ്റെ റേറ്റിംഗ് എങ്ങനെയൊക്കെയാണെന്ന കാര്യങ്ങൾ. ഒരാഴ്ചയായിട്ട് IMDbയിൽ 8.5 റേറ്റിംഗ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തോ ഒരു എലമെൻറ്റ് ഈ മൂവിക്ക് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് കണ്ടു. എൻ്റെ പൊന്നു, അടിപൊളി മൂവി എന്ന് പറഞ്ഞാൽ അടിപൊളി മൂവിയാണ്. സൂപ്പർ മൂവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലാണ്. നല്ല രസമായിട്ടാണ് ആനിമേഷൻസും എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ എനിക്ക് കുറേ മൂവീസിനേക്കാളും മുമ്പ് ആനിമേഷൻ മൂവീസ് നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ ഗണത്തിൽ ഇനി ഒരു പുതിയൊരു മൂവിയും കൂടി വരാണ്. ശരിക്കും പറയുന്നത് ഇതിനേക്കാളും മുമ്പ് എനിക്ക് മറ്റേ ഫൈൻഡിങ് നെമോ, വോളി, അങ്ങനെ ഈ പിക്സാർട്ട് മൂവീസൊക്കെ കുറേയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിൽ തന്നെ പെടുന്ന ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ, ക്രൂഡ്സ്, ഡ്രീം വർക്സിൻ്റെ മൂവീസിൽ അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഇമോഷണലി കണക്റ്റായ മൂവീസ്. അതിൻ്റെ ഗണത്തിൽ ഇതിനും കൂടി ഇനി ആഡ് ചെയ്യും. ആ മൂവീസിൻ്റെ ശരിക്കും ടോപ്പ് 5 എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഈ മൂവി റെക്കമെൻഡ് ചെയ്യും. അതുപോലത്തെ ഇമോഷണലി കണക്റ്റായ ഒരു മൂവിയാണ് ദ വൈൽഡ് റോബോട്ട്. ശരിക്കും പറഞ്ഞാൽ ഡ്രീം വർക്സിൻ്റെ മൂവീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മൂവീസിൽ പെടുന്ന ഒരു മൂവി തന്നെയാണ് ഈ ഡ്രീം വർക്സിൻ്റെ. പൊതുവേ ഷ്രക്ക്, പുസ് ഇൻ ബൂട്ട്സ്, ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ, ക്രൂഡ്സ്, ഇങ്ങനെയൊക്കെയാണ് ആനിമേഷൻ മൂവീസ് അവർ ചെയ്യാറ്. പക്ഷെ അതിലൊക്കെ ഏറ്റവും ടോപ്പിൽ പെടാവുന്ന ഒരു മൂവിയായിട്ട് മാറി ഇത് വൈൽഡ് റോബോട്ട്. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. ചെറിയൊരു മൂവിയാണ് ഈ മൂവി. ശരിക്കും ഒരു ബുക്കിൽ നിന്ന് അഡാപ്റ്റേഷനാണ്. ബുക്ക് അഡാപ്റ്റേഷൻ ആണെങ്കിൽ 1 മണിക്കൂർ 50 മിനിറ്റ് നമ്മൾ സമയം പോകുന്നറിയില്ല. എന്തൊരു ഫാസ്റ്റാണെന്ന് അറിയും. നമ്മളൊരു ലാഗില്ല, ഒന്നുമില്ല, പക്ഷെ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവും. അതുപോലെ ഭയങ്കര ഫാസ്റ്റിൽ ചെയ്തേക്കുന്ന ഒരു മൂവിയാണ് ഇത്. വോയിസ് ഓവർ കൊടുത്തേക്കുന്നത് ലുപ്പിറ്റ യോങ്, അതായത് നമ്മുടെ ബ്ലാക്ക് പാന്തറിലെ നായിക. പിന്നെ പെട്രോ പാസ്കൽ ആണ് മെയിൻ വേറൊരു സൗണ്ട് കൊടുത്തേക്കുന്നത്. പിന്നെ പുതിയൊരു പയ്യനാണ് അതിലെ ഒരു ഗൂസിന് സൗണ്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ 3 ക്യാരക്ടറാണ് ഇതിൽ മേജർ ക്യാരക്ടർ. മൂന്നും നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പൊതുവേ ആനിമേഷൻ മൂവീസിൽ അഡ്വഞ്ചർ സൈഡ് കുറച്ച് കൂടുതലുണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൽ അഡ്വഞ്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്തിട്ടാണ് ഈ അഡ്വഞ്ചർ സീൻസ് എടുത്തിരിക്കുന്നത്. മേ ബി എനിക്ക് കൂടുതലും ആ ഫീൽ കിട്ടുന്നത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല എത്രത്തോളം കിടിലം പടം ആയിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഞാനിത് ഭയങ്കര ഹൈപ്പ് കേട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കണ്ടാലും നിങ്ങൾക്ക് ആ ഫീൽ ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രാവശ്യത്തെ എന്തായാലും ഓസ്കാർ നോമിനേഷനിൽ പെടാൻ പറ്റാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി ആയിരിക്കും. ഈ മൂവിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ക്രിസ് സാൻഡേഴ്സാണ്. ക്രിസ് സാൻഡേഴ്സിൻ്റെ ഇതിനേക്കാൾ മുമ്പത്തെ മൂവി ക്രൂഡ്സും ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗനാണ്. അതിലും ആൾ ഇമോഷണൽ സൈഡ് ഭയങ്കര രസമായിട്ട് തന്നെ എടുത്തത്. അതുപോലെ തന്നെ ഈ മൂവിക്കും ആൾ കുറച്ചുകൂടി എംഫസൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കൂടുതലും അത്രയ്ക്ക് അഡ്വഞ്ചർ സൈഡ് ഇല്ലെങ്കിലും നല്ല രസമാണ് ഈ മൂവി കാണാൻ. നിങ്ങൾക്ക് 3D കാണാം, IMAX-ലും വരുന്നുണ്ട്. പക്ഷേ ഞാൻ കണ്ടത് നോർമൽ സ്റ്റാൻഡേർഡ് 2D ആണ് കണ്ടത്. സ്റ്റാൻഡേർഡ് 2D കണ്ടിട്ട് തന്നെ നന്നായിട്ട് സാറ്റിസ്ഫൈഡ് ആയി. ഈ പറഞ്ഞ പോലെ കുറേ കണ്ണ് നനയ്ക്കുന്ന നിമിഷങ്ങൾ തന്ന ഒരു മൂവിയാണ് വൈൽഡ് റോബോട്ട്. ഈ ഏത് ഏജുകാർക്കും സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ മൂവി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് മൊത്തം പോയി കാണാം. ഒരു ആനിമേഷൻ മൂവിയല്ലേ എന്ന് നിങ്ങൾ ബാക്കോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നല്ല രസമായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. അടിപൊളിയാണ്. ഞാൻ ഈ മൂവിക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 9.5 ഔട്ട് ഓഫ് 10 ആണ്. നിങ്ങൾ ഈ മൂവി കണ്ടതാണോ? നിങ്ങൾ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. പിന്നെ നാട്ടിൽ ഈ മൂവി ഒക്ടോബർ 18 റിലീസാവാണ്. എന്തായാലും കാണണം. നിങ്ങൾ എന്തായാലും ആനിമേഷൻ മൂവീസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും മസ്റ്റ് വാച്ചാണ്. ഒട്ടും പുറകിലോട്ടാവണ്ട, കണ്ടോളണം. അടിപൊളി മൂവിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മൂവി റെക്കമെൻഡേഷൻ. നിങ്ങൾക്ക് ഈ മൂവി റെക്കമെൻഡേഷൻ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.